പൂക്കളായി നമ്മുടെ മക്കൾ മാറുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് വിവാഹത്തിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടതെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചാലോ ആ വിവാഹത്തിലൂടെ അല്ലാഹു ബറക്കത്ത് തരും. അങ്ങനെ ആ വിവാഹം കഴിച്ച ആണും പെണ്ണും അവരുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫാ, പോകുമ്പോ ആ സുന്ദരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ അറാഫിന്റെ 189ാമത്തെ ആയത്തിലൂടെ നമ്മെ തജ്ജപ്പെടുത്തുകയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഫലമ്മാ തഗശാഹാ, ആ ജീവിതത്തിൽ സന്തോഷത്തോടെ അവരിങ്ങനെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഹമലത് ഹംലൻ ഖഫീഫാ, അവൾ ആദ്യമായി ചെറുതായ ഒരു ഭാരം വഹിക്കുകയാണ്. ഒരു ചെറിയ ഭാരം അവൾ വഹിക്കാൻ തുടങ്ങും. ഏതാണ് ആ ഭാരം? അതാണ് ഗർഭമാകുന്ന ഭാരം. ഒരു ചെറിയ തോതിലാണത് തുടങ്ങുക, ചെറിയ തോതിലാണത് തുടങ്ങുക. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന സമയത്തുണ്ടാകുന്ന ഗർഭത്തിന്റെ തുടക്കത്തെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ആണും പെണ്ണും അവരുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് ഗമിക്കുമ്പോൾ അതാ അവൾ ഒരു ചെറിയ ഭാരം ചുമക്കാൻ തുടങ്ങുകയാണ്, അഥവാ അവൾ ഗർഭവതിയാവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടർന്ന് പറയുന്നത് എന്താണ്? പിന്നെ ആ ഗർഭം അങ്ങനെ വളർന്ന് ഫമർറത് ബിഹി, അവൾ ചുമന്ന ആ ഭാരവുമായി അവൾ മുന്നോട്ട് നീങ്ങും. അങ്ങനെ ഫലമ്മാ അസ്ഖലത്, അത് പിന്നെ ഭാരമേറി വരും, അത് വലുതായി വരും. ഗർഭസ്ഥാവസ്ഥ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ മക്കൾ നമുക്ക് കാഴ്ചയിൽ മനോഹരമായി തോന്നുന്നത് പോലെ ജീവിതാനുഭവങ്ങളിലും അവർ നന്മയുടെ പൂക്കളായി മാറണം. അവരെ കാണുമ്പോൾ, അവരെ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് കണ്ണുകൾ കുളിർമ നൽകുന്നതായി മാറണം. അതിനു വേണ്ടിയുള്ള വഴികളാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു റബ്ബുൽ